ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടിക്ക് നീക്കം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കും. അന്വേഷണത്തിന് KPCCക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശം നൽകി. രാഹുൽ പദവിയിൽ തുടരുന്നതിൽ നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് BJP. അതേസമയം യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സൂചനകൾ ആവർത്തിച്ച് ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് യുവനടി റിനി ആൻ ജോർജ്. യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. പൊതുവിൽ തെളിവ് നശിപ്പിക്കുന്ന രീതിയിലാണ്, ഒരു ഭയങ്കര ക്രിമിനൽ മൈൻഡാണല്ലോ. തെളിവ് നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അയാൾ അർഹനല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അർഹനല്ല എന്നുള്ളതാണ്. നടപടി വേണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ ധാർമ്മികത അവരാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഞാൻ എൻ്റെ വിഷയം പറഞ്ഞിരിക്കുന്നു. ഇതാണ് റിനി ആൻ ജോർജ് പറഞ്ഞു നിർത്തിയത്. ആ പ്രസ്ഥാനത്തിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വനിതാ നേതാവിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. ആരോപണങ്ങളിൽ രാഹുൽ മറുപടി പറയണമെന്ന് RV സ്നേഹ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതികരണം കേൾക്കാം. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ എത്താം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ CPM ഒരുങ്ങുന്നുവെന്ന വാർത്ത കൂടി വരുന്നു. ദുഷിച്ചു നാറിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച് എന്ത് പറയാനാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചു. അതുകൂടി കേൾക്കാം. ഞങ്ങൾക്ക് ഈ ജാതി കേരളത്തിലെ കോൺഗ്രസിന്റെ അഴുക്കിനെ കുറിച്ചും തരംതാന ഇത്തരം പ്രവർത്തികളെ കുറിച്ചല്ല. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് CPM. അല്ലാതെ ഈ രൂപത്തിലുള്ള ദുഷിച്ചു നാറിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാൻ? എങ്ങനെയാ ഇവരെല്ലാം ഒരു പൊതുപ്രവർത്തനം പൊതുസമൂഹത്തിൽ നടത്തുക? ഈ ജനപ്രതിനിധി കേരളത്തിന് തന്നെ വലിയ അപകടമാണ്. നമുക്കിപ്പം R റോഷിപാലും നോബിൾ മാരിക്കാരനും അർജുൻ മട്ടന്നൂരും ഇക്ബാൽ അറക്കലും ചേരുന്നുണ്ട്. ആദ്യം ഞാൻ റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, MLA സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നതാണ് നിലവിൽ KPCC എത്തിച്ചേരാൻ സാധ്യതയുള്ള തീരുമാനമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം MLA സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ അത് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയമായി തിരിച്ചടിയാവും. അങ്ങനൊരു പരാതി രേഖാമൂലം കിട്ടിയിട്ടുമില്ല. എന്നാൽ നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങളും ഹണി ഭാസ്കർ എന്ന പ്രവാസി എഴുത്തുകാരി ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വെച്ച് എഴുതിയതും സൂചനകളിലൂടെ റിനി ജോർജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഗുരുതരമാണ് എന്ന് തന്നെയല്ലേ AICCയുടെ ഈ നിർദ്ദേശത്തിൽ KPCCക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്? നടപടിയെടുക്കാതെ മറ്റു വഴിയില്ലല്ലോ റോഷിപാൽ. അരുൺകുമാർ, വളരെ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. പരാതി വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇത് കൂടുതൽ ചർച്ചയാവുകയും പൂർണ്ണമായും പാർട്ടി പ്രതിരോധത്തിലാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നത്. ഈ പരാതികൾ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയതാണ്. അത് പരിശോധിക്കാനുള്ള നിർദ്ദേശം KPCCക്ക് നൽകിയെങ്കിലും രാഹുലിനെ അവർ സംരക്ഷിക്കാനാണ് തയ്യാറായത്. ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ MLA ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ നടപടിയെടുക്കുമ്പോൾ വീണ്ടും അത് പ്രതിരോധത്തിലാകുമോ എന്ന ഒരു സംശയമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആശയക്കുഴപ്പം ഇതുവരെ കോൺഗ്രസിനകത്തുണ്ടായി. അതിനപ്പുറത്തേക്ക് വിവാദങ്ങൾ പുറത്ത് ചർച്ചയായില്ല എന്ന് തന്നെയാണ് നടപടിയെടുക്കാൻ വൈകിയത്. പക്ഷേ ഇനി വൈകിക്കൂടാ എന്ന സംഘടനക്കകത്തു നിന്ന് തന്നെ ശക്തമായ രീതിയിൽ നിലപാട് ഉയർന്നു കഴിഞ്ഞു. അത് യൂത്ത് കോൺഗ്രസിനകത്താകട്ടെ നേതാക്കൾ വലിയൊരു വിഭാഗവും ഇനി രാഹുൽ ഈ പദവിയിൽ തുടരുന്നത് അനൗചിത്യമാണെന്ന അഭിപ്രായം ഉയർത്തിയ സാഹചര്യത്തിലാണ് രാഹുലിനെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ രാജിക്കത്ത് പാർട്ടി നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിന്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന് കൈമാറേണ്ടി വരും ഏറെ താമസിയാതെ. അതിനപ്പുറത്തേക്ക് MLA പദവിയിൽ രാഹുൽ തുടരും. പിന്നീട് ഇത് നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു ആലോചന ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ രാഹുലിന് ഒരു തരത്തിലും സംരക്ഷണം നൽകേണ്ടതില്ലെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് ശക്തമായി ഉയർന്നത്. കാരണം കൂടുതൽ ആളുകൾ ആരോപണവുമായി രാഹുലിനെതിരെ പുറത്തേക്ക് വരാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധത്തിലാകാനുള്ള ഒരു നിലപാട് എടുക്കില്ല, അങ്ങനെയുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ KPCC അധ്യക്ഷൻ
സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മുതിർന്ന നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയും സംസ്ഥാനത്തുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയാലോചന നടത്തുകയാണ്. കോൺഗ്രസ് ഈ കാലത്തിനിടയിൽ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു പോരാളിയായി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയപ്പെട്ടത്. യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെയുള്ള സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പൂർണ്ണ പ്രതിരോധത്തിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ നേതാക്കൾ